മലപ്പുറം എടവണ്ണയിൽ യുവാവ് വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിലായി. മുണ്ടേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനിനെയാണ് നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 1.5 വർഷമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മൊഴി. പോലീസ് തെളിവെടുപ്പും നടത്തി. നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം റിദാൻ ബാസിലിന്റെ കൊലപാതകത്തിൽ പ്രതിയുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മുഹമ്മദ് ഷാനാണ് ചെമ്പക്കുത്ത് മലയിൽ കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ബാസിലിനോട് സുഹൃത്ത് ബന്ധം നടിച്ചു ഷാൻ. 1.5 വർഷത്തോളമായി ഈ ബന്ധം ഷാൻ ഊട്ടിയുറപ്പിച്ചു. പക്ഷേ മനസ്സിൽ പകയായിരുന്നു. അവസരം വരുമ്പോൾ കൊല്ലാൻ കാത്തിരുന്നു. അന്ന് രാത്രി നിശ്ചയിച്ചുറപ്പിച്ച് വെടിയുതിർത്തു. പോലീസ് പറയുന്നു വ്യക്തിവൈരാഗ്യമെന്നാണ് മൊഴി. പക്ഷേ പോലീസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. ചെമ്പക്കുത്ത് മലയിലെത്തിച്ച് മുഹമ്മദ് ഷാനെ തെളിവെടുപ്പ് നടത്തി. ഭാവവ്യത്യാസമില്ലാതെ പ്രതി വെടിവെച്ച രീതിയടക്കം വിവരിച്ചു നൽകി. കൊല്ലാൻ 7 ബുള്ളറ്റ് ഉപയോഗിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാനെ മുണ്ടേങ്ങരയിലെ വീട്ടിലെത്തിച്ചും തെളിവെടുത്തു. വീട്ടിലെ വിറകുപുരയ്ക്കുള്ളിൽ പായിൽ കെട്ടിയാണ് വെടിവെക്കാൻ ഉപയോഗിച്ചിരുന്ന തോക്ക് സൂക്ഷിച്ചിരുന്നത്. ഇറ്റാലിയൻ നിർമ്മിത തോക്കാണിത്. പണിതീരാത്ത പുതിയ വീട്ടിൽ വെച്ച് നിരന്തരം തോക്കുപയോഗിക്കാൻ പരിശീലിച്ചു. ഒപ്പം തിരനിറച്ചു. തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് വലിയ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയിരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ചെമ്പക്കുത്തുമലയിൽ റിദാൻ ബാസിലിനെ വെടിയേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകം നടന്ന ദിവസം തന്നെ പോലീസ് ഷാനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ബാസിലിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിയത് ഷാനാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം പോലീസിനെ പ്രതി വട്ടം കറക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കുറ്റം സമ്മതിച്ചു. ഇരുവരുടെയും മൊബൈലിൽ നിന്ന് ലഭിച്ച തെളിവുകൾ തുണയായി. കൂട്ടുപ്രതികൾ ഉണ്ടോ എന്ന കാര്യത്തിലും ലഹരി മാഫിയ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളിലേക്കും പോലീസിന്റെ അന്വേഷണം നീളുന്നുണ്ട്. ബാസിൽ ലഹരി മരുന്ന് കേസിൽ ജാമ്യത്തിലിറങ്ങി 2 ആഴ്ചയ്ക്കുള്ളിലാണ് കൊലപാതകം നടന്നത്. നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.